പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേനൽ കടുക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വേനൽ കടുക്കുന്നത്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചില വേനൽ മഴകൾ കിട്ടുകയുണ്ടായി. വേഴാമ്പലിനെ പോലെ നാം ആ മഴയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് ആശ്വാസം. എന്നാൽ ഏപ്രിൽ പകുതിയാകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. മെയ് അവസാനം വരെ നമുക്ക് ഈ ചൂടിൽ ജീവിച്ചേ തീരൂ. ഫാനിടാം, എയർ കൂളറുകളാവാം, എയർ കണ്ടീഷണർ AC-യുമാവാം. അങ്ങനെ നമുക്ക് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കാം. പക്ഷേ നമ്മുടെ തൊഴുത്തിലെ പശുവിന് എല്ലാവർക്കും AC പിടിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ? നമ്മുടെ പറമ്പിൽ ഓടി നടക്കുന്ന നായ, കാക്ക, കോഴികൾ, അത്തരം ജീവികൾ തുടങ്ങി ഈ മണ്ണിലെ പുഴുക്കൾക്കും എറുമ്പിനുമെല്ലാം ആരാണ് ഫാനിട്ട് കൊടുക്കുക, AC ഫിറ്റ് ചെയ്ത് കൊടുക്കുക? മനുഷ്യന് മാത്രം ജീവിച്ചാൽ മതിയോ? മരങ്ങൾ പോലും കരിഞ്ഞുണങ്ങുന്നു. ഒരു മലമുകളിൽ കരിഞ്ഞുണങ്ങിയ കശുമാവിൻ മരങ്ങൾ ഞാൻ കണ്ടു. ചെടികളും പുല്ലുകളുമെല്ലാം കരിഞ്ഞുണങ്ങുകയാണ്. മാവുകൾ പൂക്കാതെയായിരിക്കുന്നു. എല്ലാ ചെടികളുടെയും മരങ്ങളുടെയും പൂക്കാലവും കായ്ക്കാലവുമെല്ലാം താളപ്പിഴകളിലായിരിക്കുന്നു. ഇത് പാല് ചുരത്തുന്ന മൃഗങ്ങളുടെ പാലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാക്കും. ബാംഗ്ലൂരുകാർ അനുഭവിക്കുന്നത് പോലൊരു കുടിവെള്ളക്ഷാമം കൂടെ, അവിടെ കുടിവെള്ളക്ഷാമമല്ല, മൊത്തം വെള്ളത്തിൻ്റെ ക്ഷാമമാണ്, അതുകൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കൊടിയ വേനലിലേക്ക് നമ്മെ തള്ളിയിട്ടത് സൂപ്പർ ഹൈവേക്ക് വേണ്ടി, വിഴിഞ്ഞം പോർട്ടിന് വേണ്ടി, എയർപോർട്ടുകൾക്ക് വേണ്ടി, വൻകിട വികസനങ്ങൾക്ക് വേണ്ടി നാം മുറിച്ചു തള്ളിയ 10-20 ലക്ഷത്തിലധികം വരുന്ന മരങ്ങളുടെ അഭാവം കൊണ്ടാണോ? കുഴിച്ച് പാറക്കുഴികളാക്കിയ ക്വാറികൾ കൊണ്ടാണോ? അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ഭരണാധികാരികളുടെ ലക്കും ലഗാനുമില്ലാത്ത, ആർക്കും നിയന്ത്രിക്കാനാവാത്ത, ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ജനപ്രതിനിധികളെ നിയന്ത്രിക്കാൻ കഴിയേണ്ടതാണ്. പക്ഷേ ജനപ്രതിനിധികളാണ് ഇവിടെ ജനങ്ങളെ നിയന്ത്രിക്കുന്നത്, വികസന പരിപാടികൾ നിശ്ചയിക്കുന്നത്. അവിടെ ഒരു തെറ്റുണ്ട്. അവരല്ല നിശ്ചയിക്കുന്നത്, കാശുള്ളവൻ നിശ്ചയിക്കും. കുറച്ച് കാശ് കൊടുത്ത് നമ്മുടെ ഭരണാധികാരികളെ, നമ്മുടെ ജനപ്രതിനിധികളെ സ്വാധീനിക്കും. ഇരുകൂട്ടരും കൂടെ ചേർന്ന് കാര്യങ്ങളങ്ങ് നടത്തും. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നവരും അതിനെക്കുറിച്ച് വിചാരമുള്ളവരും ചിലപ്പോൾ സമരത്തിനിറങ്ങും. അവരെ ഭരണാധികാരികൾ, ജനപ്രതിനിധികൾ പോലീസിനെ കൊണ്ട് തല്ലിക്കും, കള്ളക്കേസ് എടുപ്പിക്കും, ജയിലിൽ അടയ്ക്കും. കടലിൽ മഴ പെയ്യുന്നത് മരം ഉണ്ടായിട്ടാണോ എന്നൊക്കെ പരിഹസിക്കും. യശശരീരയായ സുഗതകുമാരി ടീച്ചർ കേട്ട ചീത്തയ്ക്ക് വല്ല കണക്കുണ്ടോ? കാവ് തീണ്ടല്ലേ കുളം വറ്റുമെന്ന് പറഞ്ഞു സുഗതകുമാരി ടീച്ചർ. ഒരു പുസ്തകവും എഴുതി, കവിതയും എഴുതി. സകലരും തിരിഞ്ഞിരുന്നവരെ കൊഞ്ഞനം കുത്തി. ഇപ്പോ കാവ് തീണ്ടി കുളം വറ്റി ബാംഗ്ലൂരുകാരുടെ IT കമ്പനികളെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. പക്ഷേ 4-5 വർഷത്തിനപ്പുറത്ത്, അല്ലെങ്കിൽ 4-5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ, ഒരുപക്ഷെ അടുത്ത വർഷം തന്നെ ബാംഗ്ലൂരിൻ്റെ ഗതികേട് നമുക്കും ഉണ്ടാകുമോ എന്നുള്ള ഒരാശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്ക് 44 നദികളുണ്ട്. നദികളാൽ കനിഞ്ഞനുഗ്രഹിക്കപ്പെട്ട പ്രദേശമാണ് കേരളം. പക്ഷേ കടലിൽ നിന്ന് ഉപ്പുവെള്ളം ഇങ്ങോട്ട് കലക്കാൻ തുടങ്ങി. നദികളൊക്കെ മാന്തി പാതാള കുഴികളാക്കി മണലെടുത്ത് മാഫിയ. നമുക്ക് വികസിക്കണ്ടേ? നമുക്ക് വലിയ കെട്ടിടങ്ങൾ വേണ്ടേ? നിങ്ങളും ഞാനും ഇത് പറയുമ്പോൾ ഇതിൻ്റെ ഇരകൾ തന്നെയാണ്, ഇതിൽ പെട്ടുകിടക്കുന്നവരാണ്.
ഇതിൻ്റെ പാപഭാരം നമുക്കെല്ലാവർക്കും ഉണ്ട്. എങ്ങനെയാണ് നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക? നമുക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടല്ലോ. ആ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ സുഖത്തിന് വേണ്ടി നാം ഒരുക്കി വെച്ച പദ്ധതികളുടെ വിനാശങ്ങൾ കൊണ്ട് കൂടിയ ചൂട് അടിച്ചേൽപ്പിച്ചിട്ടാണോ നമ്മൾ കണ്ണടയ്ക്കാൻ പോകുന്നത്? ഒരു കാലത്തും മനുഷ്യൻ കരുതാത്തൊരു കാര്യമാണ് മനുഷ്യ മൃഗയുദ്ധം. എങ്ങനെയാണിത് സംഭവിച്ചത്? എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? കുറ്റവാളികൾ ഈ മൃഗങ്ങളാണോ അതോ മനുഷ്യൻ തന്നെയാണോ? മനുഷ്യൻ്റെ പ്രവർത്തികളുടെ തിരിച്ചടികളാണോ ഈ കണ്ടുവരുന്നത്? ചാനലുകളിൽ വരുന്ന ഹരം പിടിപ്പിക്കുന്ന വാർത്തകൾക്കും പത്രങ്ങളുടെ ഇക്കിളിപ്പെടുത്തുന്ന എഴുത്തുകൾക്കും സാമൂഹ്യ മാധ്യമങ്ങളിലെ പരസ്പരമുള്ള ചൊറിമാന്തലുകൾക്കും അപ്പുറം ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിയെങ്കിലും നമ്മൾ ചിന്തിക്കുന്നില്ല എങ്കിൽ അടുത്ത തലമുറയുടെ കാര്യം കഷ്ടമല്ലേ? നമ്മുടെ ഈ സമീപന രീതി മാറാതെ, വികസനത്തോടുള്ള ഭ്രാന്തമായ ആവേശം മാറി വിവേകമുണ്ടാവാതെ അടുത്ത തലമുറ നേരിടാൻ പോകുന്ന ദുരന്ത സമാനമായ സാഹചര്യങ്ങൾക്ക് ഇപ്പോഴേ പരിഹാരം, ഇപ്പോൾ തന്നെ വൈകിയിരിക്കുന്നു, ഇപ്പോഴേ പരിഹാരമുണ്ടാക്കാതെ നമ്മുടെ കാലം കഴിഞ്ഞങ്ങ് പോയാൽ അവരുടെ ശാപമായിരിക്കും. അവർക്ക് തിരുത്താനാവാത്ത ഗതികേടായിരിക്കും ഉണ്ടാകുക. എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതെത്രയോ കാലമായി പറയുന്നതാണ്. ആര് ചെയ്യാൻ? സർക്കാർ മുന്നോട്ട് വരണമെന്ന് പറയും, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ തയ്യാറല്ലാത്തവർ. സർക്കാർ തയ്യാറാകും, കുറേ മരമൊക്കെ നടും, അത് നട്ട വഴിയെ പോകും, അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരൻ്റെ പശുവിൻ്റെ വായിൽ പോകും. നിരവധി പരിഹാര മാർഗങ്ങൾ വിദഗ്ധന്മാരിരുന്ന് ചർച്ച ചെയ്യാറുണ്ട്, പറയാറുണ്ട്. പക്ഷേ ഒന്നും നടക്കാറില്ല എന്ന് മാത്രം. നാട് എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ് നാട് വിട്ടുപോകുന്നതിൽ നല്ലൊരു ശതമാനവും. മനുഷ്യൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ആനന്ദത്തിൽ, അവൻ്റെ ജീവിത സംതൃപ്തിയിൽ നാടിൻ്റെ പ്രാധാന്യം എന്താണ് എന്നറിയാത്തവരാണ് നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം ആളുകളും. പ്രത്യേകിച്ച് നമ്മുടെ വിദഗ്ധന്മാർ, നമ്മുടെ വികസന പദ്ധതികൾ രൂപീകരിക്കുന്ന വിദഗ്ധന്മാർ നാടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അജ്ഞരാണ്. നമ്മുടെ ചെറുപ്പക്കാരും അതിൽ അജ്ഞരാണ്. അവർക്ക് നാട് വേണ്ട. എന്ത് കാര്യത്തിനാണ് നാട്? ഞാൻ എങ്ങനെയാണ് നടക്കുന്നത്? ആരുടെ കൂടെ നടക്കുന്നു? കള്ള് ഷാപ്പിൽ കയറുന്നുണ്ടോ? ബാറിൽ കയറുന്നുണ്ടോ? ഇതൊക്കെ നാട്ടുകാർക്ക് എന്താ കാര്യം? ഞാൻ എങ്ങനെയും നടക്കും? ഞാൻ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകും, അല്ലെങ്കിൽ കാനഡയിൽ പോയി പഠിക്കും, ബ്രിട്ടനിൽ പോകും. ഞാൻ എന്ത് ചെയ്താലും ആരും എൻ്റെ കാര്യത്തിൽ തലയിടില്ല. എനിക്ക് എന്തും ചെയ്യാം. സ്വാതന്ത്ര്യം അതെത്രയോ വലിയൊരു അപകടമാണ് എന്നറിയുന്നത് ഒരു റോഡപകടത്തിൽ പരിക്ക് പറ്റിയിട്ടോ, അല്ലെങ്കിൽ അനങ്ങാൻ വയ്യാത്ത രീതിയിൽ ഒരു രോഗം വന്നോ ഈ പോയ സ്ഥലങ്ങളിൽ പെട്ടുപോകുമ്പോഴാണ്. ഒരാൾ തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ഒരാളും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ വരില്ല, നിങ്ങളെ സഹായിക്കാനെത്തില്ല. നിങ്ങളുടെ നല്ല കാര്യത്തിനും ഇല്ല, നിങ്ങളുടെ ദോഷകാര്യത്തിനും ഇല്ല. പക്ഷെ നമ്മുടെ നാട് അങ്ങനെയല്ല. വൈപ്പിൻകരയിലെ മാലിപ്പുറത്ത് ഞാനൊന്നിറങ്ങി നടന്നാൽ എതിരെ വരുന്നവരെല്ലാം ചിരിക്കും, അഭിവാദ്യം ചെയ്യും. ചിലർ നിന്ന് വിശേഷം ചോദിക്കും, ചിലർ വിശേഷം ചോദിച്ചുകൊണ്ടേയിരുന്ന് എന്നെ പിടിച്ചു നിർത്തും. എത്ര പേരെ എനിക്കറിയാം അവിടെ? 1000 ആണോ? അല്ല, ഒരു 50,000 പേര്. വൈപ്പിൻകരയിലെ 50,000 അല്ല, അതിലും കൂടുതൽ ആളുകളെ ഞാൻ നേരിട്ടറിയും. അവരും എന്നെ നേരിട്ടറിയും. എൻ്റെ നാടാണ്. അവിടെ വെച്ച് എനിക്കൊരു അപകടമുണ്ടായാൽ ആ നിമിഷം ഓടിക്കൂടുന്നവർ അവർക്ക് ഞാൻ വേണ്ടപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവനാണ്. എന്നോട് എതിർപ്പുള്ള, എൻ്റെ ആശയങ്ങളോട് എതിർപ്പുള്ളവർ പോലും എന്നെ
ഉടനടി പരിഹരിക്കാനെത്തും. അതേപോലെ എനിക്കൊരു അത്യാവശ്യമുണ്ടായാൽ സഹായിക്കാനെത്തും, ഞാൻ അങ്ങോട്ടുമെത്തും. എൻ്റെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരു അസ്വാഭാവികമായ ശബ്ദം കേട്ടാൽ അയൽവക്കക്കാരെല്ലാം ഓടിയെത്തും, ഞങ്ങളും അങ്ങോട്ട് ഓടിയെത്തും. പരസ്പരം ശക്തിപ്പെടുത്തി, പരസ്പരം സഹായിച്ച്, പരസ്പരം അറിയുന്ന ബന്ധുത്വമാണ് ഒരു നാട് ഓരോ മനുഷ്യനും നൽകുന്ന ജീവിത സുരക്ഷ, സാമൂഹ്യ സുരക്ഷ. സാമൂഹ്യ സുരക്ഷ നമുക്കിന്ന് ലേശം പെൻഷൻ കൊടുക്കുന്നതിലൂടെയാണ്. അതിനപ്പുറത്ത് അടുത്ത വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല എങ്കിൽ അന്ന് ഇവിടെ നിന്ന് ഉള്ളതിലൽപ്പം കൊടുക്കുന്ന ഒരു നാട്ടുനടപ്പ് എൻ്റെ ചെറുപ്പകാലത്ത് നന്നായിട്ടുണ്ടായിരുന്നു. ഭൂമിയുടെ ചൂട് കൂടുന്നത് പോലെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചൂടും കൂടിക്കൂടി മറ്റാരെയും അടുപ്പിക്കാത്ത ഒരു തിളച്ചുമറിയലിലേക്ക് വരികയാണ്. മനസ്സിൻ്റെ ചൂട് കൂടുന്നു, ദേഹത്തിൻ്റെ ചൂട് കൂടുന്നു, അന്തരീക്ഷത്തിൻ്റെ ചൂട് കൂടുന്നു. ചൂട് കൂടി വെന്തുരുകയാണ് നമ്മൾ. എനിക്കൊരു ലളിതമായ പരിഹാരം പറയാനില്ല. ഞാൻ പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ, പറയുന്ന പരിഹാരങ്ങൾ അത് ഉടനടി നടക്കാൻ പോകുന്ന പരിഹാരമല്ല എന്നറിയുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും കൂടെ ആലോചിച്ച് ഭരണാധികാരികളെ ഈ രീതിയിൽ ആലോചിക്കാൻ നിർബന്ധിതരാക്കുന്ന ഒരു സാഹചര്യം ഒരുക്കിയില്ല എങ്കിൽ രക്ഷപ്പെടാനാവാത്ത രീതിയിലുള്ളൊരു അപകടത്തിലേക്കാണ് നമ്മളൊന്ന് മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഇന്നത്തെ ഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. നാളെ ഈ കൂടി നിൽക്കുന്ന ചൂടിൽ നിന്ന് ശരീരത്തെയും മനസ്സിനെയും രക്ഷിക്കാൻ ചെയ്യേണ്ട അത്യാവശ്യം ചില കാര്യങ്ങൾ പറയാം. കുറച്ചു മുമ്പ് ഞാനൊന്ന് പറഞ്ഞിട്ടുള്ളതാണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ ചേർത്ത് പറയാം. നാളെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.